rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi al-faizin fid darain. بسم الله العليم القدرة والشان شديد البطش والبرهان حافل الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. قال الله عز وجل: إن للقبر لظة شفيعنا رسول الله يا خير من دفينت بالقاع يعلمه فطاب من طيبهن الكاء واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. جلوا مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ സാന്നിധ്യമാകുന്ന യുബോ വഹബി മഹാനായ തങ്ങളവറുകൾ പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഉസ്താദ്, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സദസ്സിലിരിക്കുന്ന നമ്മുടെ ഈ മഹത്തായ പരിപാടി നല്ലപോലെ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട മുഹമ്മദ് കുഞ്ഞി ഹാജി സാഹിബ്, മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങള്, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ടവരമലായി ഖബൂൽ ചെയ്യട്ടെ. അവൻ ആദരിച്ച, അവൻ ബഹുമാനിച്ച അവന്റെ മഹാന്മാരുടെ ബർക്കത്തും അവരുടെ മദദും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരോടൊപ്പം അവന്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഹിസാബില്ലാതെ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ ഇരിക്കുന്ന നമ്മളിൽ നമ്മുടെ ഉമ്മ പാപ്പമാർ, ഭാര്യ മക്കൾ, മക്കളെ മക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവർ, ദുആരക്കണി എന്ന് വസിയത്ത് പറഞ്ഞവർ, എല്ലാവരിലുമുള്ള എല്ലാവിധ ചെറുതും വലുതുമായിട്ടുള്ള രോഗങ്ങൾ കാരുണ്യവാനായ റബ്ബ് പരിപൂർണമായും ശിഫയാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ. അവന്റെ പൊരുത്തത്തിലും അവന്റെ താഅത്തിലും അവന്റെ ഇബാദത്തിലുമായി അല്ലാഹു റബ്ബ് തആല നമ്മുടെ ഏവരുടെയും ആയുസ് നീട്ടി തന്നെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, പള്ളത്തടുക്ക ദർഗാ ഷരീഫിൽ അന്തിയുറങ്ങുന്ന മഹാനായ വലിയുള്ളാഹി തങ്ങളെ പേരിലുള്ള മഹത്തായ ഉറൂസിന്റെ 46ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മഹത്തായ മതവിജ്ഞാന സദസ്സിലാണ്, ഒരു മതപ്രഭാഷണ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്.
പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകർ, പ്രത്യേകിച്ച് കൂട്ടുകാരനും പ്രിയപ്പെട്ടവനുമായ ഹമീദ് സാഹിബ് അടക്കമുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും നേതാക്കളെയും സംഘാടകരെയും അഭിനന്ദിക്കുന്നു. അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മഹാന്മാരുടെ ചാരത്ത് പരിശുദ്ധമായ ഈ ശഅബാനിന്റെ നല്ലൊരു രാത്രിയിൽ നല്ലവരായ നിങ്ങളോടൊപ്പം ഒത്തുകൂടാൻ സാധിച്ചു എന്നത് സത്യത്തിൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളും കർമ്മങ്ങളും ഒത്തുകൂടലൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയൊരു ഇബാദത്താണ്. വിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആരാധനയുടെ ഭാഗമാണ്, ഒരു ഇബാദത്തിന്റെ ഭാഗമാണ്, ഒരു പ്രതിഫലാർഹമായ കാര്യമാണ്. ഇത് കേവലം ഒരു കാര്യക്രമമല്ല, കേവലം ഒരു പരിപാടിയല്ല. നമ്മളെല്ലാവരും അത് വേണ്ടതുപോലെ മനസ്സിലാക്കിയതുമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വിഷയം ഏതോ വഴിക്ക് തിരിക്കുന്നില്ല. നിങ്ങളെവരും കണ്ടതുപോലെ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, മരണവും മരണാനന്തര ജീവിതം എന്ന വിശാലമായ ഒരു വിഷയം അതൊരു പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കുക എന്നത് സാധ്യമല്ല. എന്നാലും കഴിവിന്റെ പരമാവധി ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു ഹക്ക് പോലെ പറയാനും പറയുന്ന എനിക്കും കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെയുള്ള ഏതൊരു കാര്യത്തെയും മനുഷ്യന് കണ്ണടച്ച് നിഷേധിക്കാം, ഒറ്റടിക്ക് നിഷേധിക്കാം, അല്ലെങ്കിൽ തെളിവുകൾ വെച്ച് നിഷേധിക്കാം, അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും ഒരു രൂപത്തിൽ അയാൾക്ക് നിഷേധിക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കാം. പക്ഷെ ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു പരമസത്യമാണ് മരണം എന്നുള്ള കാര്യം. അതിപ്പോ മരണമെന്നതൊന്നില്ല, മരിക്കാനില്ല എന്ന് പറഞ്ഞവനും ചിലപ്പോ ആ വാക്ക് പൂർത്തിയാക്കാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. തർക്കങ്ങൾക്ക് ഇടം കൊടുക്കാത്ത വിധം, അതല്ലെങ്കിൽ അവാന്തര വിഭാഗങ്ങൾക്ക് ഒന്നും ചാൻസ് ഇല്ലാത്ത ഒരേ ഒരു സംഗതി, ഖണ്ഡനമണ്ഡനങ്ങൾ നടക്കപ്പെടാത്ത, വാദപ്രതിവാദങ്ങളൊന്നും നടക്കപ്പെടാത്ത ഒരേ ഒരു വിഷയം മരണം മാത്രമാണ്. ബാക്കി ലോകത്തിന് അവസാനമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നവരുണ്ട്. പടച്ചവനും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ലെന്ന് പറയുന്നവരുണ്ട്. പരലോക ജന്മം ഉണ്ട് എന്ന് പറയുമ്പോൾ നിഷേധിക്കുന്നവരുണ്ട്. ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നവർ നമ്മുടെ സമുദായത്തിൽ തന്നെയുണ്ട്. പല നല്ല ആചാരങ്ങൾ നിഷേധിക്കുന്ന അവാന്തരക്കാർ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഒരു സമുദായവും, ഒരു അവാന്തരക്കാരും, ഒരു ജനങ്ങളും, ഒരു ജനതയും നിഷേധിക്കാത്ത പരമസത്യമാണ്, പരമയാഥാർത്ഥ്യമാണ്, പച്ചയാഥാർത്ഥ്യമാണ് മരണമെന്ന പ്രതിഭാസം. കാലങ്ങൾ എത്ര കഴിഞ്ഞുപോയി, പക്ഷേ ഈ ലോകം കണ്ട പ്രഗത്ഭരായ ഒരുപാട് ലോകത്തുണ്ടായിരുന്നു. നമ്മെക്കാളേറെ ഉഷാറുള്ളവർ, നമ്മെക്കാളേറെ കായബലം കൊണ്ട്, കായിക ബലം കൊണ്ട്, ശക്തി കൊണ്ട്, അധികാരം കൊണ്ട്, എല്ലാം കൊണ്ട് മുന്നിൽ നിന്നവർ. പക്ഷെ എല്ലാവരും സമയമെത്തിയപ്പോ കാലേവനുകൾക്കുള്ളിൽ മറഞ്ഞുപോയി. അള്ളാന്റെ ആ സമയമെത്തിയപ്പോ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരം പറഞ്ഞവർ പോയി. അന്ന് അവർ പോയെങ്കിൽ, ഇന്നലെ വേറൊരാൾ പോയെങ്കിൽ, ഇന്ന് പിന്നെ ഒരാൾ പോയെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഒരു വേള ഈ സമയം അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും നമ്മളും പോകേണ്ടി വരാം. മരണം എന്നത് ഉറപ്പാണ്. ആ ഉറപ്പായ ഒരു സംഗതിയെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം, മറക്കാൻ പാടില്ല. മുസ്ലിമായ നമ്മൾ മരണത്തെ മറക്കാനേ പാടില്ല. മരണത്തെ ആഗ്രഹിക്കരുത്. ഞാൻ ഒരിക്കൽ മരിച്ചിനെങ്കിൽ നല്ല ഉണ്ടായിരുന്നു, ഞാൻ ഒരിക്കൽ പോയിനെങ്കിൽ നല്ല ഉണ്ടായിരുന്നു എന്ന് ചില മനുഷ്യന്മാർ പറയലുണ്ട്. അങ്ങനെ അത്ര എളുപ്പത്തിൽ ആഗ്രഹിക്കപ്പെടേണ്ട ഒന്നുമല്ല. മരിച്ചിട്ട് അങ്ങനെ പോകണ്ട. മരിച്ചിട്ട് അങ്ങനെ പോകേണ്ടത്, അങ്ങനെ പോകാൻ പറ്റിയതുമല്ല. മരിച്ചിട്ട് നീ എവിടെ പോകുന്ന വീട്ടിലത്തേക്കാ. അതിന്റെ ശേഷമുള്ളത് ഭയങ്കരമാണ് സംഗതി. അതത്ര സിമ്പിളൊന്നുമല്ല, അത് കുറച്ച് സീരിയസ് ആണ്. ചില മനുഷ്യന്മാരൊക്കെ ചെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കണം സിമ്പിളാണ്, ഒരിക്കൽ മരിച്ചിട്ട് പോയിനെ നല്ല ഉണ്ടായിരുന്നു, അത്ര കൂളായിട്ട്. ഏതുവാകട്ടെ, മരണത്തെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ ദുആരക്കേണ്ടത് പഠിച്ചവനെ അല്ലാഹു മിൻകാന ഹയാതുല്ലി ഖൈറാ, എനിക്ക് മരണ ഖൈറാണെങ്കിൽ എന്നെ നീ ഈമാനോടെ മരിപ്പിക്കണം. ജീവിതമാണ് ഖൈറെങ്കിൽ ഈമാനോടെ ജീവിപ്പിക്കണം. അങ്ങനെയാ ദുആരക്കേണ്ടത്. അല്ലാതെ എന്നെ ഒരിക്കൽ മരിപ്പിക്കണേ എന്ന് ദുആരക്കരുത്. മരണത്തെ ആഗ്രഹിക്കരുത്. അതേ സമയത്ത് മരണത്തെ മറക്കരുത്. മരണമാകുന്ന സത്യത്തെ മറക്കരുത്. മരണം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരും ജീവിക്കണം. മുസ്തഫായ നബി തങ്ങൾ ലോകത്തോട് പറഞ്ഞല്ലോ, നമ്മളോട് പറഞ്ഞല്ലോ, അക്തിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവരസങ്ങളെയും സർവസുഖങ്ങളെയും സർവരുചികളെയും സർവ ആസ്വാദനങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം.
എല്ലാ സുഖങ്ങളും അതോടുകൂടി തീരും, എല്ലാ രുചികളും അതോടുകൂടി അവസാനിക്കും, എല്ലാ ആസ്വാദനങ്ങളും അതോടുകൂടി നിന്നുകിട്ടും. അതാണ് മരണം. ആ മരണത്തെ നിങ്ങൾ മറക്കരുത്. ആ മരണം നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. മരണമാകുന്ന പരമസത്യത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. എല്ലാ നിലക്കുള്ള സുഖങ്ങളെയും സന്തോഷങ്ങളെയും മുറിച്ചു കളയുന്ന മരണം, എല്ലാ ആഗ്രഹ അഭിലാഷങ്ങളെയും മുറിച്ചു കളയുന്ന മരണം, എല്ലാ രുചി ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണം, പ്രായവ്യത്യാസമില്ലാതെ വർണ്ണവർഗ ഭാഷ ദേശ വ്യത്യാസമില്ലാതെ സമയത്തിന്റെ നോട്ടമില്ലാതെ ഏത് സമയത്തും നമ്മെ പിടിപെടുന്ന മരണം. ആ മരണമാകുന്ന പരമസത്യത്തെ നിങ്ങൾ മറന്നുപോകരുത്. അത് യാത്രയിലാകാം, അത് ഇരുന്ന് ാകാം, അത് ഭക്ഷണം കഴിക്കുന്ന നേരത്താകാം, അത് ഉറക്കിലാകാം, അത് നടത്തത്തിലാകാം, അത് രാത്രിയാകാം, അത് പകലിലാകാം, അത് വീട്ടിലാകാം, അതല്ലെങ്കിൽ പുറത്താകാം. എവിടെയാണ് എന്ന് പറയാൻ കഴിയില്ല. ഇതിന് കുറച്ച് സൗണ്ട് കൂട്ടാവല്ലേ? എനിക്ക് സൗണ്ട് ഇല്ല, അപ്പൊ കുറെ അടുത്ത് പോണ്ടി വരുന്നു. ഇത്ര ഡിസ്റ്റൻസ് തന്നെ സൗണ്ട് വരും പോലെ. അൽഹംദുലില്ലാ, നല്ല ഓപ്പറേറ്ററും സൗണ്ട് സിസ്റ്റം ഒക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. ആ നടുവിൽ കുറച്ച് കസാരൊക്കെ കാര്യമുണ്ട്. ഒന്നെങ്കിലും പിന്നിലുള്ളവർ മുമ്പിലേക്ക് കയറിയിരിക്കുക, അല്ലെങ്കിൽ വരുന്നവർ അവിടെ ഇരുന്നിട്ടൊന്ന് സഹകരിക്കുക. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വർഗത്തിന്റെ പൂങ്കാവനമായി കബൂൽ ചെയ്യട്ടെ. കുറേ ആളുണ്ട്, പക്ഷെ 3 ആൾ ആമീനാണ് കേട്ടത്. ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടെന്ന് തോന്നുന്നു അല്ലേ? അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഇങ്ങനെയുള്ള സദസ്സിലൊക്കെ ആമീൻ പറയാൻ ചാൻസ് കിട്ടുക എന്നത് സത്യത്തിൽ വലിയൊരു ഭാഗ്യമാണ്. ഞമ്മ ഒറ്റക്കെല്ലാം ദ്വാരുന്നെങ്കിൽ ചിലപ്പോൾ അള്ളാഹു തആല അത്ര പെട്ടെന്ന് ശ്രദ്ധിച്ചോളണമെന്നില്ല, അള്ളാഹു കബൂൽ ചെയ്തോളണമെന്നില്ല. കാരണം എന്താ? നമ്മുടെ കൈകൾ അതാണല്ലോ. നമ്മളെ കൈകൾ, നീട്ടിയ കൈകൾ പോലും ശുദ്ധമല്ല. നമ്മൾ പറയുന്നത് നാവ് ശുദ്ധമല്ല, ദ്വാരക്കെന്ന് നമ്മുടെ മനസ്സ് ശുദ്ധമല്ല. ആ രീതിയിൽ പിന്നെ വേറെ ആരോടും ചോദിക്കാനില്ലല്ലോ, അള്ളാഹു അല്ലാതെ വേറെ ആരോടും പറയാനും ഇല്ലല്ലോ. ആ നിലക്കോനോട് ചോദിക്കുന്നു. പക്ഷേ ശുദ്ധമല്ലാത്ത നമ്മൾ ഏത് നിലക്ക് ചോദിച്ചാലും അള്ളാഹു ഞങ്ങൾ അങ്ങനെ തള്ളിക്കളയില്ല, ഉറപ്പാണ്. എന്നാലും പിന്നെയും കൂടി ഒന്നും കൂടി ഉറപ്പിച്ച വിഷയമാ സംഘത്തിലൂടെയുള്ള പ്രാർത്ഥന, കൂട്ടുപ്രാർത്ഥന, ഒന്നായിട്ടുള്ള ദുആ പ്രാർത്ഥന. ആമീൻ. അത് ഒരിക്കലും തള്ളപ്പെടുകയില്ല. ഹബീബുനാ റസൂലുള്ളാഹ്. അതിനുള്ള അവസരമാണ് ഇത്, കളയരുത്. ഇങ്ങോട്ട് വരുമ്പോഴുള്ള നീയത്ത് തന്നെ അങ്ങനാണ്. ഈടക്കുന്നല്ല, ഞമ്മ എവിടെ വേലതിന് പോകുമ്പോഴും ഞങ്ങളെ നീയത്താണ്ടിയത് അങ്ങനെ അറിയാം. അള്ളാന്റെ ദീന് കേൾക്കാൻ, വേല കേൾക്കാൻ, മുത്തുനബി തങ്ങളെ പറ്റി പറയപ്പെടുന്നത് കേൾക്കാൻ, അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് പോകാൻ, അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥന നടക്കുന്ന ആ കാര്യത്തിൽ പങ്കെടുക്കാൻ. ഈ ഒരു നിയത്തും വെച്ചിട്ടായിരിക്കണം ഞമ്മ പോണ്ടിയത്. നമ്മളെ കൽബിന്റെ അകത്തുള്ള നിയത്ത് അതായിരിക്കണം. നബിന്റെ വയലിനൊക്കെ പുറപ്പെടുമ്പോ നിയത്ത് എന്തറിയോ? ലൈക്ക് അടിക്കണ, ഡിസ്ലൈക്ക് അടിക്കണ, ഫുള്ള് തീരോടത്തോളം നിൽക്കണല്ല, പാദ്യം തന്നെ വരണാൻ. ഇതാണിപ്പോ നമ്മളെ നിയത്ത്. ശരിക്കുള്ള ഇഖ്ലാസ് അത് കുറഞ്ഞുപോയി. എല്ലാവരും അങ്ങനെ എന്തല്ല, അധികം ആൾക്കാർക്കും ഇഖ്ലാസ് കുറഞ്ഞുപോയി, ആത്മാർത്ഥത കുറഞ്ഞുപോയി. അള്ളാഹുവിന്റെ ലോകത്തെ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള കർമ്മമാണ് എന്നുള്ള ചിന്ത ഒഴിവായി പോയി. എല്ലാം അള്ളാഹ്ക്ക്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന സകലമാന പ്രവർത്തനങ്ങളും അള്ളാഹ്ക്ക്, അവന്റെ ശ്വാസോച്ഛ്വാസം പോലും അള്ളാഹ്ക്ക്, എല്ലാം അള്ളാഹ്ക്ക്. അതാണല്ലോ 5 നേരം നിസ്കാരത്തിൽ നമ്മൾ അടിക്കടി പറയുന്നത് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ആരാധനകള്, എന്റെ സകലമാന സൽനൽക്കാര്യങ്ങള്, എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്റെ കടം മടക്കി വാടുന്ന ജഗന്നാഥനായ ജഗദീശ്വരനായ അള്ളാഹുവിനുള്ളതാണ്. അതാണ് ഒരു മുസ്ലിമിന്റെ ചിന്ത. അങ്ങനെയാകണം നമ്മുടെ ചിന്ത, അല്ലേ? നമ്മിന്നല്ല മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ വേറെന്തോ ഭൗതിക കാര്യം ഉദ്ദേശിച്ചിട്ട് അള്ളാഹ്ക്ക് വേണ്ടി എന്ന് നമുക്കില്ല. ആർക്കോ വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി എന്നല്ല, ആർക്കോ വേണ്ടി. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ
ഈ ചരിത്രമുറങ്ങുന്ന അനവധി കശ്മ കറാമത്ത് കൊണ്ടറിയപ്പെട്ട ഈ മഹാനുഭാവന്റെ സിയാറത്തിന് വരുന്നവർക്കും പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്കും വേണ്ടി ഇവിടെ ഒന്ന് നിസ്കരിക്കാനോ അല്ലെങ്കിൽ ഒരു മട്ടം പോലെ ഉള്ളെടുക്കാൻ ഒരു സൗകര്യം ഒന്നുമില്ല. ആ വിഷയത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് മഹാനുഭാവന്റെ കറാമത്ത് എന്നോണം അള്ളാന്റെ വലിയ സഹായം എന്നോണം 10-70 ചില്ലാന സെന്റ് സ്ഥലം നമ്മുടെ കമ്മിറ്റിക്കാർ വാങ്ങുകയുണ്ടായി. അതിന് കുറച്ച് പൈസയും കൂടി ബാക്കിയുണ്ട്. അതിന് കുറച്ചും കൂടി ആൾക്കാർ സഹകരിച്ചാൽ അൽഹംദുലില്ലാഹ് റാഹത്തായി. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ സദഖ ചെയ്യുമ്പോൾ സത്യത്തിൽ അത് വലിയൊരു കാര്യമാണ്. അതിന്റെ മഹത്വം ശ്രേഷ്ഠതകളൊന്നും പറഞ്ഞു തീരാല. അത് വലിയൊരു അമല. പക്ഷെ അവിടെ എല്ലാം നമുക്ക് ഉണ്ടാകേണ്ടത് ഏതായാലും പറഞ്ഞിട്ടായി, അയാൾ കേട്ടിട്ടായി, ഇനിയിപ്പോ കൊടുക്കാണ്ടിരിക്കുന്ന അങ്ങനെ എന്ന രീതിയിലാകരുത്. അള്ളാഹ്ക്ക് വേണ്ടി ലില്ലാഹിക്കല്ല ദുരുവദം എനിക്കില്ല, ഞാൻ ആരെയും എനിക്കായി ഒതിച്ചിട്ടില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ഒരു യുദ്ധമുഖത്ത് വെച്ച രണാങ്കണത്തിൽ വെച്ച യുദ്ധക്കളത്തിൽ വെച്ചിട്ട് മുസ്തഫായ നബി തങ്ങളോട്, ഈ സമുദായത്തോട്, ദീനിനോട് വളരെയധികം കർശനമായ നിലക്ക് തന്നെ ശത്രുത വെച്ച് പുലർത്തിയിരുന്നവരാള്, എല്ലാം കൊണ്ട് നമ്മെ എതിർത്തിരുന്നവരാള്, മുത്തുനബി തങ്ങളെ അവഹേളിച്ചിരുന്ന പരിഹസിച്ചിരുന്നവരാള് അലി റളിയല്ലാഹു അൻഹു പിടികൂടുന്നു. എല്ലാം കൊണ്ടും അക്രമിയാണ് അയാൾ, എല്ലാം കൊണ്ടും ശത്രുവാണ് അയാൾ. അങ്ങനെയുള്ളവരാൾ അലി റളിയല്ലാഹു അൻഹു പിടികൂടുകയാണ്. അവനെ അതാവരും മൽപ്പിടുത്തത്തിലൂടെ മലർത്തിയടിക്കുന്നു. എന്നിട്ട് അവന്റെ കഴുത്തിലേക്ക് അതാ കത്തിവെച്ചിട്ട് അവനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോ, ആ ശത്രുവിനെ എന്നേക്കുമായിട്ട് യമപുരിയിലേക്ക് അയക്കാൻ വേണ്ടി നോക്കുമ്പോ, ആ ശത്രുവത കിടന്ന കിടപ്പിൽ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മുഖത്തേക്ക് തുപ്പുകയാണ്. എന്നെ ഒന്ന് വിട്ടിരുന്നല്ല പറഞ്ഞ്, മാപ്പ് ഞാൻ ചെയ്യലാന്നല്ല അവൻ പറഞ്ഞത്. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ബലിഷ്ഠമായ കരങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന അയാൾ, എല്ലാം കൊണ്ടും എന്റെ അവസാനമാണ് എന്ന് ഉറപ്പിച്ച അയാൾ അവിടെ വെച്ചിട്ടതാ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മുഖത്തേക്ക് കാർക്കിച്ചങ്ങ് തുപ്പുകയാണ്. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പിന്നെ അയാളെ ഒന്നും ചെയ്തില്ല. തന്നിലേക്ക് തന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയതായ ശത്രുവിന് അവിടെ നിന്ന് അയാളെ കൈപിടിച്ചിട്ട് നിർത്തുകയാണ്. അയാളെ എണീപ്പിച്ച് നിർത്തുകയാണ്. എന്നിട്ട് അയാളെ പുറന്തട്ടിയിട്ട് പോകാൻ വേണ്ടി പറയുന്നു, പോയിക്കോ. അത് കയ്യും കൊടുത്ത് സെക്കൻഡും കൊടുത്തിട്ട് അയാൾ അങ്ങോട്ട് പറഞ്ഞേക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടരുടെ ഇടയിലേക്ക്, സംഘാടകരുടെ ഇടയിലേക്ക്, സംഘടികരുടെ ഇടയിലേക്ക് അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നടന്നു വരികയാണ്. ആ സമയത്താണ് സഹാബികൾ ചോദിക്കുന്നത്, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ കൂട്ടുകാരായ സഹാബികൾ ചോദിക്കുന്നു, അലിയാർ തങ്ങളെ കിട്ടിയ ചാൻസ് കളഞ്ഞല്ലോ. എത്ര കാലമായി അവനെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുന്നു. ഇസ്ലാമിന്റെ ആ ജന്മശത്രുവായ മുത്തുനബി തങ്ങളെ എല്ലാം കൊണ്ട് വേദനിപ്പിച്ചവനായ ഈ ദീനിന്റെ പരമശത്രുവായ ആ മനുഷ്യനെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ അവനെ വെറുതെ വിട്ടയച്ചതാണോ? എന്തിനാ വെറുതെ അയച്ചത്? എത്ര കാലമായി ഞങ്ങൾ അവനെ പിടികൂടാൻ കാത്തിരിക്കുന്നു. പക്ഷേ കയ്യിൽ കിട്ടിയ നേരം നിങ്ങൾ അവനെ കളഞ്ഞല്ലോ, ഉപേക്ഷിച്ചുവല്ലോ. എന്തേ അയാളൊന്നും ചെയ്യാതെ വിട്ട്? ഈന് സൗണ്ട് കൂട്ടണമെന്ന് പറയുമ്പോ അതിന് സൗണ്ട് കൂട്ടിയിട്ടാലോ? ബട്ടൺ അഭിപ്രായിട്ടല്ലേ? അല്ലാതെ കുറെ ആൾ കാതിൽ കൈവെക്കുന്നതാണ്. അങ്ങനെ അതങ്ങനെ ഇരിക്കട്ടെ, തുറണ്ട, കുറങ്ങണ്ട. അല്ല, ചിലപ്പോ കുറെ അതിൽ 450 ബട്ടൺ ഉണ്ട്. അഭിപ്രായവും സാധാരണ ഓപ്പറേറ്റർമാരെ സമ്മതിക്കണം, എല്ലാം കൊണ്ട് സമ്മതിക്കണം. അല്ലാഹു തആല അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. പിന്നെ നല്ലോണം പേടിച്ചിട്ട് തന്നെ ഇരിക്കുന്ന, എന്ത് ചെന്നാന്ത ഇയാൾ ഈ മൗലാറി, എന്ത് ചെന്നാന്ത അങ്ങനെ കുറെ ഉണ്ട്. അവരെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കല്ലോ. മനഃപൂർവ്വം ആരും ഒന്നും ചെയ്യില്ല. പിന്നെ അതൊരു സെറ്റിങ്സ് ആണല്ലോ, ഇലക്ട്രോണിക്സ് അല്ലേ. പിന്നെ ഞമ്മ ഈ ശബ്ദം കൂട്ട് ഒന്നും കൂടി ഉഷാറാക്കുന്ന പറയുന്നത് സത്യത്തിൽ അത് നല്ല പിരിസത്തിലല്ല, അരിസത്തിലല്ല. എന്താ പറയുക, ഞമ്മ എപ്പോഴും ഈ മൈക്കിന്റെ എതിരിൽ തന്നെയാണ്. അപ്പൊ നമ്മളെ സൗണ്ടല്ല ഇത് കുടിച്ചിട്ട് തീർന്നു, ഈടെല്ലാം ആറിയിട്ടേ പോയി, ഇനി ഫുൾ ആടെന്ന് പറഞ്ഞില്ല. അപ്പൊ ഇനി ഒന്നും കൂടി നീ കൂട്ടിയെങ്കിലേ ഒന്നും കൂടി കൂട്ടാൻ പറ്റുമോ ഇതിന്? അപ്പോൾ നമ്മളെ ശബ്ദം എടുക്കാനാണെങ്കിലും ഒരു നാവല്ലേ ഉള്ളൂ. എടുക്കാനും കൊടുക്കാനും പിടിക്കാനും തടുക്കാനും ഒക്കെ 2 കൈ തന്ന റബ്ബ്, നോക്കാനും കാണാനും എല്ലാം 2 കണ്ണ് തന്ന റബ്ബ്, ഇഷ്ടംപോലെ കേൾക്കാനൊക്കെ ശ്രദ്ധിക്കാനൊക്കെ 2 കാത് തന്ന റബ്ബ്, പറയാനൊക്കെ ഒരേ നാവ് തന്നിട്ടേ ഉള്ളൂ. കാരണം എന്താ പറയുക,
കാരണം ചില മനുഷ്യന്മാർക്ക് ഒരു നാവ് കിട്ടിയിട്ട് തന്നെ ലോകം പൊടിപൊടിയായി. ഇനിയിപ്പോ 2 നാവും കൂടി കിട്ടിയും പറയണ്ടേ. ഇത് മനസ്സിലാക്കിയ റബ്ബ് ഒരേ നാവ് കൊടുത്തു. അപ്പൊ ആ നാവ് നമ്മുടെ സംസാരം കാര്യങ്ങളൊക്കെ മാത്രമല്ല, നമ്മൾ ശബ്ദിക്കുമ്പോഴാണ് നമ്മുടെ എനർജി ആരോഗ്യം കൂടുതൽ പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ അൽഹംദുലില്ലാ നല്ല റാഹത്ത് അതുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. അല്ലാഹു തആല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർ, ഇതിന്റെ വിജയത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച ഇതിന്റെ വലിയ നേതൃത്വം, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ല ഭംഗിയായ നിലയ്ക്ക് സംവിധാനിച്ച നമ്മുടെ ഓപ്പറേറ്റർ അടക്കമുള്ളവർ, നമ്മുടെ ഈ പരിപാടി ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് വളരെ ക്ലാരിറ്റിയോടെ എത്തിക്കുന്ന നമ്മുടെ ലൈവിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ഈ പരിപാടിക്ക് വേണ്ടി നല്ലോണം അധ്വാനിച്ചവർ, ഇതിന്റെ പ്രത്യേകിച്ച് ഇതിന്റെ ബാല്യക്കാർ, ഇതിന്റെ പരിസരവാസികൾ, അവർക്കൊക്കെയും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അതിന്റെ നിയ്യത്ത് അല്ലാഹ്ക്കാകണം, മനുഷ്യന്മാർക്കാകരുത്. അയാൾ കേട്ടിട്ടാകുമ്പോ കൊടുക്കാണ്ടിരിക്കുന്ന അങ്ങനെ, അയാൾ വിളിച്ചിട്ടാകുമ്പോ പോകാണ്ടിരിക്കുന്ന അങ്ങനെ, അയാൾ കണ്ടിട്ടാകുമ്പോ ഓതാണ്ടിരിക്കുന്ന അങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാണട്ടെ കാണാതിരിക്കട്ടെ, കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, നോക്കട്ടെ നോക്കാതിരിക്കട്ടെ, അല്ലാഹ് അത് മാത്രമോ ഞങ്ങളെ കൽബില്, അതിന്റെ പുറമൊന്നും പാടില്ല. അലിയാർ തങ്ങളെ തന്റെ കയ്യിൽ ഒതുങ്ങിയ ശത്രുവിന് എല്ലാം കൊണ്ടും അപായപ്പെടുത്താനും കീഴ്പ്പെടുത്താനും കിട്ടിയ ചാൻസ് കളഞ്ഞിട്ട് അലി റളിയല്ലാഹു തആല അൻഹു അവനോട് എണീറ്റ് പോകാൻ വേണ്ടി പറയുകയാ. അലി റളിയല്ലാഹു അൻഹു കൂട്ടരിലേക്ക് വന്ന് കൂടിയപ്പോ, കൂട്ടുകാരോടൊപ്പം ചേർന്നപ്പോ അവിടെ കൂടിയ സഹാബത്ത് ചോദിച്ചു, തങ്ങളെ അലിയാർ തങ്ങളെ കളഞ്ഞല്ലോ, നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് കളഞ്ഞല്ലോ, ഇത്ര കാലമായി അവനെ പിടികൂടാൻ വേണ്ടി കാത്തിരിക്കണോ, കണ്ണിലെണ്ണ അടിച്ചവനെ കാത്തിരിക്കുകയാ. ഈ സമുദായത്തിന്റെ ഈ ദീനിന്റെ പരമശത്രുവാണ്. മുത്തുനബി തങ്ങളെ കണ്ണെടുത്ത കാണാൻ പറ്റാത്ത ശത്രുവാണ്. ഹബീബായ നബി തങ്ങളെ നല്ലോണം വേദനിപ്പിച്ച മനുഷ്യനാണ്. അവനെ കിട്ടിയിട്ട് നിങ്ങൾ അവനെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടതെന്ത്, പോയിക്കോ പോടോ എന്നും പറഞ്ഞിട്ട് അവന്റെ പുറം തട്ടിയിട്ട് വിട്ടതെന്ത്, പുറം തട്ടിയിട്ട് വിട്ടതെന്ത് എന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയാ, മുസ്ലിമേ കൂട്ടുകാരെ, അവനെ വധിക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ അവനെ മലർത്തിയടിച്ചത്. അവന്റെ കഥ കഴിക്കണമെന്ന് തന്നെയാ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ അവനെ കീഴ്പ്പെടുത്തിയത്. അവന്റെ ശത്രുത ഈ സമുദായത്തോട്, ഇസ്ലാമിനോട്, മുത്തുനബി തങ്ങളോട് ഉണ്ടാകരുത് എന്ന് ഉറപ്പിച്ചിട്ട് അവനെ അറക്കാൻ തന്നെയാണ് ഞാൻ അവനെ കീഴ്പ്പെടുത്തിയത്. പക്ഷേ ആ സമയത്ത് അവസാന സമയം അവന്റെ ശ്വാസം അടങ്ങുന്ന നേരം, അവനെ എല്ലാം കൊണ്ടും അവനെ അറക്കപ്പെടുന്ന നേരം, അവൻ വധിക്കപ്പെടുന്ന ആ സമയം അവരതാ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. സുബ്ഹാനല്ലാഹ്. അന്നേരത്ത് എനിക്ക് അവനോട് വല്ലാത്ത ദേഷ്യം കൂടി. അല്ലെങ്കിലേ ഓനോട് ദേഷ്യമുണ്ട്. ഹബീബായ നബി തങ്ങളെ ശത്രുവാണ്, ഈ സമുദായത്തിന്റെ ശത്രുവാണ്, ഈ ദീനിന്റെ ശത്രുവാണ്, അള്ളാന്റെ ശത്രുവാണ്. അങ്ങനെയുള്ള ഒരുത്തനെ ഞാൻ കീഴ്പ്പെടുത്താൻ കിടത്തിയിരിക്കുന്നു. അന്നേരത്തിന്റെ മുഖത്തേക്ക് അവൻ തുപ്പിയപ്പോ എനിക്ക് അവനോട് ശത്രുക്കൾ കൂടുകയാണ്, ദേഷ്യം കൂടുകയാണ്. എന്റെ മുഖത്തേക്കാണല്ലോ തുപ്പിയത്. വ്യക്തിപരമായി എനിക്കവനോട് വൈരാഗ്യം കൂടുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ അവനെ കൊന്നാൽ, അവനെങ്ങാനും ഒതിച്ചു പോയാൽ, അവനെങ്ങാനും ഞാൻ ഒതിച്ചു പോയാൽ അത് അല്ലാഹ്ക്ക് വേണ്ടിയിട്ടുള്ള വധമാകില്ല. എന്റെ അരിസം തീർക്കലാകും, എന്റെ മുഖത്തേക്ക് തുപ്പിയതിന് പകരം വീട്ടലാകും, എന്റെ ദേഷ്യം തീർക്കലാകും. കാരണം ഇപ്പൊ എന്റെ അവസ്ഥ അതാണ് അവനോട്. അല്ലേ അല്ലേ എന്റെ മൂട്ടിലൊക്കെ ഒരാൾ തുപ്പി ഞാൻ ഒരു ജ്യൂസ് കൊടുക്കണ്ടേ, ഇതാ കുടിച്ചോ. ഒരടി വെക്കാൻ തീരുമാനിച്ചാൽ ഓനെ പിടിച്ചിങ്ങനെ പിടിച്ച സമയത്തോ എന്റെ മുഖത്തെ തുപ്പി 2 അടി കൊടുക്കും, ഡബിൾ ആക്കും, ഡബിളുടെ അടുത്ത് ട്രിപ്പിൾ ആക്കും. അല്ലാണ്ട് ജ്യൂസ് കൊടുക്കാൻ നിൽക്കാല. ഞമ്മ ഈമാനില്ലാത്ത കൂട്ടരല്ല കൂട്ടർ, ഞമ്മ അടിക്കാനും ഇടിക്കാനും കൊണ്ടു പിടി തന്നല്ലേ ഞമ്മടെ വായില് അല്ലേ. പക്ഷെ അലി റളിയല്ലാഹു അൻഹു ആരാണ്? അലി ലാ ഫതന്നില്ലാലി. അലിയെപ്പോലൊരു മനുഷ്യനെ, ഒരു യുവാവിന് ഈ ലോകം കണ്ടിട്ടില്ല. സ്വർഗത്തിന്റെ ആളാണ്, മുത്തുനബി തങ്ങളെ ആളാണ്. ഞെട്ടുന്നില്ല അലിയാർ തങ്ങളെ പറഞ്ഞത് എന്തറിയാ, എല്ലാം കൊണ്ടും വധിക്കപ്പെടണമെന്ന് കരുതിയിട്ട് തന്നെയാ ഞാൻ അവനെ പിടിച്ചത്. പക്ഷേ എന്റെ മുഖത്തേക്ക് അവന് കാർക്കുച്ചു തുപ്പിയ നേരം എനിക്കവനോട് ദേഷ്യം കൂടെ, വൈരാഗ്യം കൂടെ. അതുകൊണ്ട് തന്നെ ആ സമയത്തെങ്ങാനും ഞാൻ
അവൻ അടിച്ചു പോയാൽ, ഞാൻ അവന്റെ പെടലി വെട്ടിപ്പോയാൽ, അവനെങ്ങാനും എന്റെ കരങ്ങളാൽ വധിക്കപ്പെട്ടു പോയാൽ അത് എന്റെ കോപം തീർക്കലാകും, എന്റെ ആരിസം തീർക്കലാകും, എന്റെ വൈരാഗ്യം തീർക്കലാകും. ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല. ലില്ലാഹി കല്ല, ദുർവധം എനിക്കില്ല. ഞാൻ ആരെയും എനിക്ക് വേണ്ടിയിട്ട് നോളം ദേഹോപദ്രവം നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടിട്ട് തന്നെ എല്ലാം ആക്കിയത്. എളാപ്പാക്ക മാട്ടാക്കിയതും നമ്മൾ അരസം തീർക്കാന്, എളാമാനെ വരുന്ന പുറത്താക്കിയതും നമ്മൾ അരസം തീർക്കാന്, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. തീരെ ഇല്ല. എല്ലാരും ഇങ്ങനെ എന്ന് ഞാൻ പറഞ്ഞ അർത്ഥമില്ല. നീ നല്ലോറൊന്നും ബേജാറാവുകയും വേണ്ട. നമ്മളെ നീയത്തും കാര്യമെല്ലാം അങ്ങനല്ലേ, നമ്മളെ ചിന്തല്ല അങ്ങനെയാണ്. ഇപ്പൊ കണ്ടില്ല എങ്ങനെപ്പോ, കണ്ടിട്ട് മുണ്ടിയില്ലെങ്കിൽ അങ്ങനെയാണ്, കണ്ടിട്ട് ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ, കേട്ടിട്ട് ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ. ഏതായാലും ഒന്ന് പോയിട്ട് വരാം, അയാൾക്ക് വേണ്ടിട്ട് പോയിട്ട് വരാം, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. അള്ളാഹ് എന്നത് നമ്മളെ കൽവിന്റെ ഉള്ളിൽ ഇല്ല, ഞാൻ മാറ്റി. അള്ളാഹിനെ ഏത് നിമിഷവും ഏത് സെക്കൻഡും, അല്ല സെക്കൻഡ് മാത്രമല്ല, മൈക്രോ സെക്കൻഡ് അങ്ങനെ ഉണ്ടല്ലോ, സെക്കൻഡും കൂടി പിന്നെയും ചെറുതാവുമല്ലോ. ഇനി പഠിപ്പിക്കാനും സമയമില്ലടാ, നമ്മളെ വിഷയം അതുമല്ല. ഏതും ആകട്ടെ, ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അള്ളാനെ മാത്രം ചിന്തിച്ച് നടന്നവരാണവർ. അതുകൊണ്ട് ആ കാലങ്ങളേറെ കഴിഞ്ഞിട്ട് നാടറിയില്ല, കൂടുതലായിട്ടുള്ള ഭയോടാട്ട് അതിഷ്ടമല്ല, നിജമല്ല, അറിയില്ല, ഭാഷ ഏതാണ് നാടേതാണെന്ന് അറിയില്ല. എന്നാലും അതാ മഹാന്മാർ ഇന്നും ഞങ്ങളെ കൽബിന്റെ അകത്താണ്, ചിരഞ്ജീവികളാണ്, സ്ഥിരപ്രതിഷ്ഠ നേടിയവരാണ്. കാരണം എന്തേ, അവർ അല്ലാഹനെ മറന്നില്ല. അല്ലാഹനെ മറക്കാതെ കണ്ട് ജീവിച്ച നല്ലവരെ മറക്കാൻ അല്ലാഹ് സമ്മതിച്ചില്ല. അല്ലാഹനെ മറക്കാതെ ജീവിച്ചവരെ ലോകം മറക്കില്ല, ലോകത്തിന് മറക്കാനാവില്ല. അവരേത് ഭാഷയാണോ ഏത് നാടാണോ എന്നറിയേണ്ടതില്ല. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചവര്, അള്ളാന്റെ ചിന്തയിൽ മാത്രം ലയിച്ചു പോയവര്, ലമൗജൂദ ഇല്ലല്ലാഹ്, ലമഖ്സൂദ ഇല്ലല്ലാഹ്, ലമത്ലൂബ ഇല്ലല്ലാഹ്. അങ്ങനെയാണല്ലോ മഹാനായ അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പ ഉറൂസ് നടന്നു തോന്നുന്നു. മഹാനാണ്, കേരളം കണ്ട ഏറ്റവും വലിയ മഹാനാണ്. അജ്മീർ ഖാജിയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന മഹാനാണ്. അജ്മീർ ഫക്കീർ എന്ന പരാഭിനാമത്തിൽ അറിയപ്പെട്ട മഹാനാണ് മഹാനായ അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പ. പട്ടച്ചിറയിൽ മറവിട്ട് കിടക്കുന്ന ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹായും അവരുടെ ഭർത്താവും മുസ്ലിമായത്, ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തത് മഹാനായ അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പയാണ്. മഹാനവറുകൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. ആർക്ക്? ഈ പൊട്ടച്ചെറിയിൽ മറവിട്ട് കിടക്കുന്ന പെണ്ണിന്. പിന്നീട് ഫാത്തിമ എന്ന പേരിൽ അറിയപ്പെട്ടു. ഷഹാദത്തിന്റെ കലിമ ചൊല്ലി മുസ്ലിം ആവലോടുകൂടി ആ പെണ്ണ് പിന്നെ നേരെ ഓടിയത് കാടിലേക്കാണ്. അവിടെയുള്ള പാറപ്പുറത്ത്, പാറന്റെ അകത്ത്, പാറക്കകത്തുള്ള ഗുഹയിൽ കയറി അള്ളാഹുവിന്റെ ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അവർ പിന്നെ ലോകമറിയപ്പെട്ട മഹദിയായി, കശ്മകറാമത്ത് കൊണ്ട് ലോകമറിയപ്പെട്ടവരായി. ഇന്നും അതാ ലക്ഷങ്ങളുടെ പ്രതീക്ഷയാണ്. പൊട്ടച്ചിറ അൻവരിയ കോളേജിന്റെ ഭൂമുറ്റത്തന്തി ഉറങ്ങുന്നു. 10,000-കണക്കിന് ആൾക്കാർ ദിവസവും അവിടെ സിയാറത്ത് ചെയ്യുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ സർവരുടെയും പ്രതീക്ഷയാണ് ആ ഉമ്മാക്ക് ഷഹാദത്തിന്റെ കലിമ ചൊല്ലിക്കൊടുത്തയാളാണ് മഹാനായ അമ്പംകുന്ന് വീരാനൗലിയ ഉപ്പാപ്പ. ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഇനി ചരിത്രം കേട്ടിട്ടില്ലെങ്കിൽ കുറച്ച് അതും പഠിക്കുകയും വേണം. കാലി സീരിയലും ധാരാവാഹിയും നോക്കിയിട്ട് ഡിങ്കന്റെ കഥയും മറ്റേ കാർട്ടൂണും നോക്കിയിട്ട് ഇങ്ങനെ സമയം കളയേണ്ടതല്ല. അങ്ങനെയുള്ള മഹാന്മാരുടെ ചരിത്രങ്ങളെല്ലാം തേടിപ്പിടിച്ച് സെർച്ച് ചെയ്ത് യൂട്യൂബിലെല്ലാം പോയി, അല്ലെങ്കിൽ ബന്ധപ്പെട്ട നല്ലവരായ ആലിമീങ്ങളെ പുസ്തകങ്ങളും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മഹാന്മാരെ പഠിക്കണം. മഹാന്മാരെ പഠിച്ചിട്ട് അവരെ പിടിക്കണം. കസാര ബാക്കിന്ന് കിട്ടണമെന്നില്ല, ബാക്കിന്ന് വന്നവരെ അവർക്ക് ചില പിരിസത്തിൽ ചെല്ലിയിട്ട് എതിർല കാലുകളുടെ ഇരുത്തിനെന്നല്ല ഉണ്ടായി. ഡേ നൈറ്റ് മാച്ച്, ഫുട്ബോൾ മാച്ച് എല്ലാം ആണെങ്കിൽ നമ്മൾ വിളിക്കണമെന്നുണ്ടായിട്ടില്ല. അവർ എന്നെ വന്നിട്ട് കുത്തിരി കെട്ടിയേന് കാണുന്നില്ല, ചിലപ്പോൾ ഈടന്നെ പറ്റി കെട്ടിയേന്. ഇത് പിന്നെ വേലിന്റെ സദസ്സല്ലായതുകൊണ്ട്, സ്വർഗത്തിന്റെ തോപ്പായതുകൊണ്ട്, മലായികത്യങ്ങൾ ഇരിക്കുന്ന ഒരു സദസ്സായതുകൊണ്ട് നമുക്ക് കുറെ വട്ടം വിളിക്കേണ്ടിയും വരുന്നത്. ഇനി വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരും അങ്ങനെ കയറി വരുന്നുമില്ല. അതിനൊരു തൗഫീക്കും പോകണമല്ലോ. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, നിങ്ങൾ ബേജാറാവതിരിക്കുകയും വേണ്ട, നിങ്ങളെ സുഖിപ്പിക്കുന്നുമില്ല.
അല്ല, അതിന്റെ ആവശ്യമില്ല. അല്ലേ അല്ലേ, ഉള്ളതുള്ള പോലെ ചൊല്ലണമല്ലോ. ഏതായാലും ഒന്ന് കയറിയിരിക്കേ, കുറച്ചതൊരു പാങ്ങില്ല മജ്ലിസിൽ. മലായിക്കത്തീങ്ങളുണ്ട് നിങ്ങളെ ഇടതും വലുതുമെല്ലാം. നിങ്ങൾ കുറച്ച് കയറിയിരുന്ന ബാക്കിൽ നിന്ന് വരുന്നവർക്ക് സൗകര്യമാവും. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. ഒരു മജ്ലിസിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾ അവിടെ സൗകര്യം ചെയ്തു കൊടുക്കണോ, സൗകര്യം ചെയ്തു കൊടുക്കണോ. കസാര എതിർക്കൊണ്ടിരണ്ട. സംഘാടകർ കസാര ചെയർ എവിടെ വെച്ചോ അവിടെ തന്നെ നിങ്ങൾ മാത്രം എതിർക്കുമെന്നെങ്കിലായി. അല്ലാഹു നാളെ സ്വർഗലോകത്തും ഞങ്ങളെ എല്ലാവരെക്കാളും മുന്നേ എത്തിക്കട്ടെ, ഹിസാബില്ലാതെ എത്തിക്കട്ടെ. സ്വർഗത്തിലേക്ക് മുൻകടന്നു പോകുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ ചേർക്കട്ടെ. മനസ്സിലാകുന്നല്ലേ? നിങ്ങക്ക് തിരിയുന്നില്ലേ? നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ച് തരാൻ പറ്റേ? എന്റെ കൂടെ ഇല്ലേ? ഒരു ബസ് തലല്ലാട്ടണോ? അല്ലെ നന്നം വേണ്ട. നിങ്ങൾ എൻ്റെ ഒക്കെ പോകണമെന്ന് എനിക്ക് അറിയണം. ബായുമ്പോഴത്തേക്ക് ഇങ്ങനെ കേട്ടിട്ട് പോകുന്നത് ഉപ്പന്തരന്റെ പാട്ടൊന്നും അല്ല. തിരിയുന്ന എനിക്ക് ചില നാട്ടിലുണ്ട് ചില മനുഷ്യന്മാർ എന്ത് പറഞ്ഞും തിരിയല്ല. അങ്ങനത്തെ കുറെ കോമുണ്ട്. നിങ്ങൾ ആ കൂട്ടത്തിൽ പേടല്ല. എന്ത് പറഞ്ഞും തിരിയാത്തൊരു കോമുണ്ട്. അത് എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ ജാഗലും. എന്താ നിങ്ങളെന്താ പറയുക? എന്ത് പിന്നെ അണ്ടൻ, അടകോടൻ, മന്ദൻ എന്നൊക്കെ പറയും നമ്മൾ. നിങ്ങളെന്താ പറയാ? ബോളം മാറ്. നിങ്ങല്ല നിങ്ങൾ നാളെ ക്ലിപ്പ് വന്നിട്ടുണ്ടേ നീ. അല്ല, എന്ത് പറഞ്ഞു തിരിയാത്ത ഒരു സമുദായം അങ്ങനെ ഉണ്ടല്ലോ.